ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കിലുക്കം സിനിമയിലെ രേവതിയെ മോഹൻലാൽ ഒരു മലമുകളിൽ കൊണ്ട് നിർത്തുന്നുണ്ട് ജ്യോതി കാണിക്കാനായിട്ട്. ഇപ്പോൾ കണ്ണടച്ചെന്ന് ജ്യോതി ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ അങ്ങ് പോവാണ്. അപ്പോൾ ഏതായാലും രേവതിക്കൊന്നും ജ്യോതിയൊന്നും കാണാൻ പറ്റില്ല. രേവതി ഭയങ്കര സങ്കടപ്പെട്ട് മോഹൻലാലിൻ്റെ അടുത്തൊന്നും ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ടിങ്ങ് വന്നെന്ന് പറയുന്ന ഒരു സീനുണ്ട്. പക്ഷേ നമ്മുടെ കേരളീയർ ആ ജ്യോതിയെ കണ്ടു. ഇപ്പം മൊത്തത്തിൽ ജ്യോതിമയമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. ആദ്യം നമ്മുടെ റിയാസ് മന്ത്രിയാണ് ജ്യോതിയെ കണ്ടത്. ജ്യോതിക്ക് 75 ലക്ഷം രൂപയും കൊടുത്തു. ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് കൊണ്ടുവരികയും ചെയ്തു. ഇപ്പം മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും കേരള മന്ത്രിസഭ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും നാൾ CPM-കാർ മാത്രം അതിന് മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു. എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി, എന്തിനു കൊണ്ടുവന്നു, ഇവർക്ക് എന്താണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്, അത് 75 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് അവരെ പ്രൊമോഷൻ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്, അവരവിടെ പോകുന്നു ഇവിടെ പോകുന്നു, മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. അവർ അവിടെ പോയി ഇവിടെ പോയി അതിൻ്റെ എല്ലാം വ്ളോഗും വീഡിയോയും എല്ലാം പ്രശ്നം. പക്ഷേ ഇന്നിപ്പം CPM-കാർക്ക് വളരെ സന്തോഷകരമായൊരു വാർത്ത വന്നിട്ടുണ്ട്. അതെന്താണെന്നല്ലേ, അത് ഇപ്പോൾ പറയാം. അതായത് നമ്മുടെ BJP നേതാക്കളും അതിനകത്ത് ജ്യോതിയുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉദ്ഘാടനം നടന്ന ദിവസം അവരും BJP-യിലെ V മുരളീധരൻ്റെയും അതുപോലെ K സുരേന്ദ്രൻ്റെയൊക്കെ കൂടെ ജ്യോതി യാത്ര ചെയ്തിരുന്നു. ജ്യോതി ആ ട്രെയിനിലുണ്ടായിരുന്നു. ഫസ്റ്റ് യാത്രയിൽ ആ ട്രെയിനിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം രണ്ട് കൂട്ടരും പെട്ടു എന്നുള്ള അവസ്ഥയാണ്. അതായത് കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട്, വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ CPM-ഉം പെട്ടു, BJP-യും പെട്ടിട്ടുണ്ട്. എന്റെ അമ്മയെ നാട്ടിച്ച് എന്താണത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് സോറി. CPM-കാർക്ക് പറയാം, ഞാൻ മാത്രമല്ല, ഞങ്ങൾ മാത്രമല്ല, അവരും ഉണ്ടെന്ന് പറഞ്ഞ് ഏതായാലും കൂട്ടത്തിൽ കൂട്ടാൻ ആളായി. ഞാൻ വിചാരിച്ചത് ശരിക്കും ഇതിന് AI വല്ലതും ആണോ, AI എഡിറ്റിംഗ് വല്ലതും ആണോ, CPM-കാർ ഇറക്കിയ എഡിറ്റിംഗ് വല്ലതും ആണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊന്നുമല്ല, ഒറിജിനലാണ്. വീഡിയോസ് എല്ലാം ഒറിജിനലാണ്. ഇനിയിപ്പം കോൺഗ്രസ്സുകാരൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്കിട്ടും പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും നേതാക്കൾ ജ്യോതിയോട് ഇന്ന് ഫോട്ടോയോ വീഡിയോയോ ഇല്ലാതിരിക്കാൻ തരമൊന്നും ഇല്ല. ഇപ്പം നമുക്കൊരു പുതിയൊരു അതിഥി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചെന്ന് കാണുകയും സംസാരിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പതിവുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ അതിനകത്ത് പെട്ടിട്ടുണ്ടായിരിക്കും. പോട്ടെ, ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സംസ്ഥാപരാധം പറഞ്ഞ് പുറത്ത് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മീഡിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ നാറ്റക്കേസാണ്. അതുകൊണ്ടാണ്.